सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും ഹരിനാമ കീർത്തന പഠനത്തിലേക്ക് സ്വാഗതം, നമസ്കാരം. ഹരിനാമ കീർത്തനം എന്ന തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ കൃതി പഠനം നമുക്ക് പുനരാരംഭിക്കാം. അതിനു മുന്നോടിയായി ഇവരുടെ എല്ലാവരുടെയും അനുഗ്രഹത്തിനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും എഴുത്തച്ഛൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. നമ്മളുടെ ഈ ശരീരത്തിനെ ഒരു വൃക്ഷത്തോടും അതിലെ കാമക്രോധാദി വികാരങ്ങളെ ശാഖകളോടും ഉപമിക്കുകയായിരുന്നു മുമ്പുള്ള ശ്ലോകങ്ങളിൽ കണ്ടത്. അത് വളർന്ന് വളർന്ന് പന്തലിച്ചൊരു കൊടുങ്കാടായി അതിൽ വന്യമൃഗങ്ങൾ ജീവിക്കുന്നു. അല്ലയോ ഭഗവാനെ, അങ്ങ് എരിച്ചു കളയണേ ഈ കാടിനെ എന്നായിരുന്നു പ്രാർത്ഥന. അങ്ങനെ നമ്മൾക്കും പ്രാർത്ഥിക്കാം, ഭഗവാനെ അഹങ്കാരത്തിനെ എല്ലാണ്ടാക്കി തരണമേ എന്ന്. അതിന് ശേഷം നമ്മൾ കണ്ടിരുന്നത്, ഭഗവാനെ അങ്ങ് മഴയായി പെയ്ത് എൻ്റെ ഈ പ്രാരബ്ധമാകുന്ന ഈ നീറ്റലിനെ അങ്ങ് പെരുമഴ പെയ്യിച്ച് അതിനെ കുളിർപ്പിച്ച് തരണേ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഓരോ ദിവസവും എനിക്ക് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വെറുതെ എൻ്റെ നാവ് പല കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ആ സ്വഭാവം മാറ്റി എപ്പോഴും അങ്ങയുടെ നാമങ്ങൾ ഉച്ചരിക്കുവാൻ എനിക്ക് നാവിന് ശക്തി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് 51-ാമത്തെ ശ്ലോകം മുതൽ കാണാം. ഫലമില്ലയാതെ മമ വശമാക്കൊലാ ജഗതി മലപാത്രമായ തടി പല നാളിരുത്തിയുടൻ അളവില്ലയാതെ വെളി വകമേയുദിപ്പതിനു കളയായിക കാലമിനി നാരായണായ നമ. ഫലമില്ലയാതെ മമ വശമാക്കൊലാ ജഗതി മലപാത്രമായ തടി പല നാളിരുത്തിയുടൻ അളവില്ലയാതെ വെളിവകമേയുദിപ്പതിനു കളയായിക കാലമിനി നാരായണായ നമ. ഫലമില്ലയാതെ മമ വശമാക്കൊലാ ജഗതി മലപാത്രമായ തൊടി പല നാളിരുത്തിയുടൻ അളവില്ലയാതെ വെളിവകമേയുദിപ്പതിനു കളയായിക കാലമിനി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഫലമില്ലാതെ മമ വശമാക്കൊല, ഫലങ്ങളൊന്നുമില്ലാതെ, അതായത് പ്രയോജനമൊന്നുമില്ലാതെ മമ വശമാക്കൊല, എൻ്റേതാണ് എന്ന ചിന്ത വളർത്തരുതേ. ജഗതി, ഈ പ്രപഞ്ചത്തിൽ മലപാത്രമായ തടി, മലമൂത്രാദികൾക്ക് പാത്രമായിരിക്കുന്ന ഇരിപ്പിടമായിരിക്കുന്ന ഈ ശരീരം പല നാളിരുത്തിയുടൻ വളരെ കാലം ഞാൻ നിലനിർത്തി. ഫലമില്ലയാതെ മമ
വശമാക്കലാജഗതി മലപാത്രമായ തടി പല നാളിരുത്തിയുടൻ. ചില ഗ്രന്ഥങ്ങളിൽ മലമൂത്രമായ തടി എന്നുമുണ്ട്. ഏത് വേണമെങ്കിലും ചൊല്ലാം. അർത്ഥം ആക്കുന്നത് ഈ മലമൂത്രാദി വിസർജനങ്ങളാൽ വളരെ കാലം ഞാൻ ഈ ശരീരത്തിനെ നിലനിർത്തി പ്രപഞ്ചത്തിന് ഒരു പ്രയോജനമില്ലാതെ എൻ്റേതാണെന്നുള്ള ചിന്ത വളർത്തിക്കൊണ്ട് അളവില്ലാതെ വെളിവ് അകമേ ഉദിപ്പതിന് കളയായക കാലം ഇനി നാരായണായ നമ. ഉള്ളിൽ ഉണ്ടാകുന്ന ഈ അപരിമേയമായ ജ്ഞാനം, അളവില്ലാത്തയായ ഈ വെളിവ് ജ്ഞാനം അകമേ ഉദിപ്പതിന്, എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതിന് കളയായിക കാലം ഇനിയും താമസമരുതേ, അതിന് ഇടവരുത്തരുതേ, കാലതാമസം വരുത്തരുതേ. അല്ലയോ നാരായണ, അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാക്കി എന്നെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അതായത് നിഷ്പ്രയോജനമായ ഈ മലപാത്രമായിരിക്കുന്ന ഈ ശരീരം ഈ ലോകത്തിൽ ഇനിയും വളരെ കാലം നിലനിർത്തി അത് എൻ്റേതാണെന്നുള്ള തോന്നൽ വളർത്തരുതേ. അങ്ങയുടെ അകമഴിഞ്ഞ ജ്ഞാനം നൽകി എന്നെ അനുഗ്രഹിക്കണേ നാരായണ എന്ന് പറയുകയാണ്. അധ്യാത്മരാമായണത്തിലെ സുന്ദരകാന്ഡത്തിൽ ഹനുമാൻ രാവണനോട് പറയുന്നതുണ്ട് അല്ലേ? ദശനിയുത ശതവയസി ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്കനീ. അതായത് ശരീരം ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും എല്ലാ ദേഹികൾക്കും ഈ ദേഹം പ്രിയപ്പെട്ടതാണ്. അത് വിരൂപമോ ഏത് രീതിയിലായിരുന്നാലും അത് വിട്ടുപോകാൻ നമ്മൾക്കാർക്കും ഇഷ്ടമല്ല. അതുമാത്രമല്ല, ദേഹമാണ് താൻ എന്ന ധാരണ നമുക്ക് വളർന്നു വരുന്നതും സാധാരണമാണ്. അപ്പോൾ ദേഹാഭിമാനിയെ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. അത് മലപാത്രമായ തടി എന്നും ഇവിടെ ആചാര്യൻ ശരീരത്തെ വിശേഷിപ്പിക്കുകയാണ്. അതായത് 7 തരം മലങ്ങൾ കൊണ്ടാണ് ഈ ശരീരം നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ത്വക്ക്, മാംസം, രക്തം, അസ്ഥി, വീട്, മൂത്രം, രേതസ് എന്നിവ ചേർന്നാണ് ഈ ശരീരം. ഇത് ഞാൻ വളരെ കാലം നിലനിർത്തിക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഈ ശരീരത്തിനുള്ളിൽ ദേഹി ആകുന്ന ഞാൻ എന്താണ്? ബദ്ധനായി തുടരുകയാണ്. ഈ മലഭാണ്ഡം ചുമന്നു നാം ജീവിക്കുന്നു. ഈ ശരീരമാണ് താനെന്നുള്ള ധാരണ ആ ദിവസം കൂടുന്തോറും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ധാരണയ്ക്കെന്നെ പാത്രമാക്കരുതേ എന്നുള്ള അഭ്യർത്ഥനയാണ് ഇവിടെ എഴുത്തച്ഛൻ നമ്മൾക്ക് വിവരിച്ച് കാണിച്ചു തരുന്നത്. മലപാത്രം എന്ന് പറയുമ്പോൾ അതിനെ വെറുക്കപ്പെടേണ്ടതാണോ എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകുക. അപ്പോൾ നമുക്ക് ഭഗവത്ഗീത ആ സമയത്ത് സ്മരിക്കാം. ഗീത 13-ാം അധ്യായത്തിലും ഭഗവാൻ പറയുന്നുണ്ട്, ശരീരമിത്യതു കൗന്ദേയ ക്ഷേത്രം ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിൽ. സർവക്ഷേത്രജ്ഞനായ പരമാത്മാവ് കുടികൊള്ളുന്നതാണ് ഈ ശരീരം എന്ന തോന്നലുണ്ടായാൽ പ്രശ്നമില്ല. പക്ഷെ നമുക്ക് എന്ത് തോന്നലാണ്? ഞാനും എൻ്റെ ശരീരം എന്നുള്ള തോന്നൽ. ഭഗവാൻ അധിവസിക്കുന്ന ക്ഷേത്രമാണ് ഈ ശരീരം. അതിൽ ക്ഷേത്രജ്ഞനായി ഭഗവാൻ കുടികൊള്ളുന്നു. ശരീരം ഭഗവാനെ സാക്ഷാത്കരിക്കുന്നതിനുള്ള വെറുമൊരു മാർഗം, ഉപാധിയാണ് എന്ന് ചിന്തിച്ചാൽ ആ ജ്ഞാനം നേടാൻ ശരീരം അത്യാവശ്യം തന്നെ. ശരീരം താനെന്ന് ഉള്ള ഈ ദേഹ അഭിമാനം ഉപേക്ഷിച്ചാൽ ശരീരത്തെ നമ്മൾക്ക് പൂജാവസ്തുവാക്കി മാറ്റാൻ സാധിക്കുമെന്നാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. ഈശ്വരനാമം ജപിച്ച് നമ്മളുടെ നാവ് ഉച്ചരിച്ച് അതിൻ്റെ ശുദ്ധിയിലേക്ക് എത്തുമ്പോൾ ശരീരവും ശുദ്ധി പ്രാപിക്കുന്നു. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും ഈശ്വരന് സേവ ചെയ്യുന്നവരായി
ജീവിക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ശരീരം ഏറ്റവും പ്രയോജനപ്പെട്ടത് തന്നെ. അല്ലെങ്കിൽ ഈ ശരീരം നിഷ്പ്രയോജനമാണ്, ഇത് വെറുമൊരു ഭൂമിക്ക് ഭാരമായ മലഭാണ്ഡം മാത്രമാണ് എന്ന് പറയുകയാണ്. ഈ ഭാവം നമ്മൾക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ, ഭഗവാന്റെ ഇരിപ്പിടമാണെന്നുള്ള ഭാവം സ്വീകരിച്ചാൽ സാധിച്ചു കഴിഞ്ഞാൽ ഈ മലപാത്രമായിരിക്കുന്ന ഈ ശരീരം പൂജാദ്രവ്യമായി മാറും. അപ്പോൾ എന്താണ്? അളവില്ലാത്ത ഈശ്വരാനുഗ്രഹം നമ്മളിൽ ഉദിക്കും. പിന്നെ നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ചാലും ഇല്ലെങ്കിലും നാം ജീവൻ മുക്തർ തന്നെയായി മാറും. ശരീരത്തിനോട് ഒരു ബന്ധവുമില്ലാതെ ഭഗവാന്റെ തടി, ഭഗവാന്റെ വാസസ്ഥലം എന്ന് ചിന്തിച്ചാൽ നാം മുക്തരായിത്തീരും. ആ ജ്ഞാനം നൽകണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ എഴുത്തച്ഛൻ നടത്തുന്നത്. നമുക്കും അദ്ദേഹത്തിനോടൊപ്പം പ്രാർത്ഥിക്കാം. ഭഗവാനെ, ഈ ശരീരം കൊണ്ട് ലോകത്തിന് പ്രയോജനമുണ്ടാകണേ, ഭഗവാന്റെ ഇരിപ്പിടമായി കണ്ട് എനിക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ഉയരുവാൻ അങ്ങ് അവസരം തരണേ എന്ന് പ്രാർത്ഥിക്കാം. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. 52-ാമത്തെ ശ്ലോകം. ബന്ധുക്കളത്ര ഗൃഹപുത്രാദിജാലമതിൽ ബന്ധിച്ചു വന്നുലകിൽ നിൻ തത്വമൊക്കെ ഇതു. അന്ധന്നു കാട്ടി ഒരു കണ്ണാടി പോലെ വരും എന്നാക്കിടുല ഹരി നാരായണായ നമ. ബന്ധുക്കളത്ര ഗൃഹപുത്രാദിജാലമതിൽ ബന്ധിച്ച വന്നുലകിൽ നിൻ തത്വമൊക്കെ ഇതു. അന്ധന്നു കാട്ടിയൊരു കണ്ണാടി പോലെ വരുമെന്നാക്കില ഹരി നാരായണായ നമ. ബന്ധുക്കളത്ര ഗൃഹപുത്രാദിജാലമതിൽ ബന്ധിച്ച വന്നുലകിൽ നിൻ തത്വമൊക്കെ ഇതു. അന്ധന്നു കാട്ടിയൊരു കണ്ണാടി പോലെ വരും മെന്നാക്കിടൊല്ലെ ഹരി നാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ബന്ധുക്കൾ അർത്ഥം ഗൃഹ പുത്ര ആദിജാലമതിൽ. ബന്ധുജനങ്ങൾ, ധനം, വീട്, പുത്രൻ, പുത്രി മുതലായ ഇവയൊക്കെ എങ്ങനെയാണ്? ജാലമാണെന്ന്. അതായത് ഈ ബന്ധുക്കൾ മുതൽ പുത്രന്മാർ വരെയുള്ള തുടങ്ങിയവയുടെയൊക്കെ ജാലത്തിൽ, വലയങ്ങളിൽ ബന്ധിച്ചവന്, കെട്ടിയിട്ടിരിക്കുന്നവന് ഉലകിൽ, ഈ ലോകത്ത് നിൻ തത്വമെല്ലാം, അങ്ങയുടെ തത്വങ്ങളെല്ലാം ഒക്കെ ഇത്, ഈ അങ്ങയുടെ തത്വമല്ലാതെ എന്താണ്? അന്ധന്നു കാട്ടിയൊരു കണ്ണാടി പോലെ, കുരുടന് ഒരു കണ്ണാടി കാട്ടിയ പോലെ ആയിരിക്കുന്നു അങ്ങയുടെ ഈ തത്വങ്ങളെല്ലാം. എന്നാക്കിടല്ല എന്ന മട്ടിലാക്കരുതേ ഭഗവാനെ. ബന്ധുക്കളത്ര ഗൃഹ പുത്രാദിജാലമിതിൽ ബന്ധിച്ചു വന്നുലകിൽ നിൻ തത്വമൊക്കെയതും. അന്ധന്നു കാട്ടിയൊരു കണ്ണാടി പോലെ വരൂ മെന്നാക്കിടൊല്ലെ ഹരിനാരായണായ നമ. അല്ലയോ ഭഗവാനെ, ഈ ലോകത്തിൽ ബന്ധുക്കൾ, ധനം, ഗൃഹം, പുത്രൻ തുടങ്ങിയവയോടുള്ള ഈ ബന്ധമാകുന്ന ഈ വലയിൽ ബന്ധിക്കപ്പെട്ടവനാണ്. അവിടുത്തെ കുറിക്കുന്ന ഈ പരമാത്മതത്വം, ഈ അങ്ങയുടെ തിരുനാമങ്ങൾ കുരുടൻ്റെ മുന്നിൽ കാണിച്ച കണ്ണാടി പോലെയാണ്. ആ നിലയിൽ എന്നെ ആക്കരുതേ, എന്നെ അന്ധനാക്കരുതേ, അജ്ഞാനിയാക്കരുതേ ഭഗവാനെ. അതിനായിക്കൊണ്ട് അങ്ങക്കെൻ്റെ നമസ്കാരം അല്ലേ. അതായത് മനുഷ്യൻ ഈ ഭൗതികമായ ബന്ധങ്ങളുടെ വലയിൽ
കുടുങ്ങിപ്പോകുമ്പോൾ അല്ലേ, നമുക്ക് എല്ലാ ബന്ധവും വേണം, ആ ബന്ധങ്ങളൊക്കെ നമ്മൾക്കൊരു ബന്ധനമാകരുത്. ബന്ധനമായാൽ എന്താ, ആ വലയിൽ കുടുങ്ങിപ്പോയാൽ അവൻ എന്താണ്, മോക്ഷം ഒരിക്കലും എളുപ്പമല്ല. ബന്ധുക്കൾ, ധനം, ഗൃഹം, സന്താനങ്ങൾ തുടങ്ങിയ നിരവധിയായ കണ്ണികളുള്ള ഒരു വലയാണത്. ഈ വലയ്ക്ക് മമതയെന്നോ ബന്ധനമെന്നോ ഒക്കെ നമുക്ക് പേരിടാം. ആ വലയുടെ കണ്ണികൾ മനുഷ്യനെ ബന്ധിച്ചു കളയുന്നു അല്ലേ. നമ്മൾ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും അല്ലേ അടുത്ത ഒരു കയറ് വന്ന് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. ഈ മമതാബന്ധം മിഥ്യയാണെന്ന് ആചാര്യൻ തന്നെ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എഴുത്തച്ഛൻ തന്നെ പലയിടങ്ങളിലും നമ്മൾക്ക് കാണാം. കാരണം ഇവരൊക്കെ താൽക്കാലികമായി മാത്രമേ നമ്മളോടൊപ്പമുണ്ട്. ഭഗവാൻ പക്ഷേ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നശിക്കാത്ത കൂട്ടാളിയെ നമ്മൾ എപ്പോഴും കൂട്ടുപിടിക്കണം എന്ന് ഇവിടെ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഈ ഭഗവാൻ ശ്രീരാമൻ നൽകുന്ന ലക്ഷ്മണന് ഉപദേശിക്കുന്ന ഒരു ഭാഗമുണ്ട് രാമായണത്തിൽ. അവിടെ ഈ ഉദാഹരണങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. സത്യമറിയാതെ മായാമോഹികളായ മനുഷ്യൻ പുത്രമിത്ര കളത്രാദികളുടെ മമത കൊണ്ട് ബന്ധനസ്ഥനായിരിക്കുന്നു. ഈ ജാലത്തിൽ പെട്ടിരിക്കുന്നിടത്തോളം കാലം ഭഗവത് സായുജ്യം ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. ഈ കുരുടൻ്റെ മുന്നിൽ കണ്ണാടി കാണില്ല അല്ലേ, എത്ര വലിയ പണമുള്ളതോ അല്ലെങ്കിൽ എത്ര ഭംഗിയായിട്ടുള്ള കണ്ണാടി കൊണ്ട് ഈ അന്ധൻ്റെ മുന്നിൽ കാണിച്ചിട്ട് കാര്യമില്ല. അന്ധന് കണ്ണാടി കാണാനുള്ള കഴിവില്ല. അപ്പോൾ കണ്ണാടിയെ കാണാനാകാത്ത കുരുടന് ആ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്ന തൻ്റെ രൂപം കാണാൻ സാധ്യമല്ലല്ലോ. ഈ ഉപമയിലൂടെ വ്യക്തിയും പരമാത്മാവുമായിട്ടുള്ള അഭേദമായ ബന്ധം എഴുത്തച്ഛൻ എന്ന ആചാര്യൻ നമ്മൾക്കിവിടെ ആവിഷ്കരിച്ച് തരികയാണ്. ഈ അന്ധത എന്നത് തമോ ഗുണത്തിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ ജ്ഞാനം ആകുന്ന സ്വരൂപത്തെ അങ്ങ് കാട്ടിത്തന്ന് എൻ്റെ ഈ അജ്ഞാനത്തെ ഇല്ലാണ്ടാക്കണേ. മമത കൊണ്ട് അന്ധനായവൻ തൻ്റെ മുന്നിലുള്ള കണ്ണാടി കാണാൻ വയ്യ. എങ്കിലും അന്ധൻ എന്താണ്, കണ്ണാടിക്ക് മുന്നിൽ അന്ധൻ നിൽപ്പുണ്ട്, പക്ഷേ പ്രയോജനമില്ല, കാണാൻ സാധിക്കുന്നില്ല. അതായത് നമ്മൾ ഈശ്വരൻ്റെ മുന്നിൽ തന്നെയാണ്, പക്ഷേ എൻ്റെ അന്ധത കൊണ്ട് എനിക്ക് ഈശ്വരനെ കാണാൻ സാധിക്കുന്നില്ല. അവൻ്റെ രൂപവും കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നുണ്ട് കണ്ണാടിയുടെ മുന്നിൽ അന്ധൻ നിൽക്കുമ്പോൾ. പക്ഷേ എന്താണ്, ഈ മായാജാലത്തിൽ കുടുങ്ങിയ വ്യക്തി പരമാത്മാവ് വേറെയെന്ന് തോന്നുന്നത് കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന ഈശ്വരനെ കാണാൻ സാധിക്കാതെ ഈ ചോക്കുമല അന്വേഷിച്ച് നടക്കുന്നവനെ പോലെ നടക്കുകയാണ്. അപ്പോൾ മുന്നിലുള്ള കണ്ണാടി കാണാൻ കഴിഞ്ഞാൽ അവൻ തൻ്റെ യഥാർത്ഥ രൂപം കാണും. കാഴ്ച ലഭിക്കണമെങ്കിലോ താൻ അകപ്പെട്ടിരിക്കുന്ന ഈ മമതയാകുന്ന ബന്ധനത്തിൻ ആ വലയിൽ നിന്നും പുറത്തു വരണം. ആ വലയാകട്ടെ മായയിൽ കുടുങ്ങിപ്പെട്ടിരിക്കുകയുമാണ്. അപ്പോൾ ഇതിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം, ഞാനെന്നും എൻ്റേതെന്നുമുള്ള ബോധം നമ്മൾ നശിപ്പിച്ച് മോഹവലയത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണേ എന്നുള്ള ശരണാഗതി നമ്മൾക്കുണ്ടാകാൻ വേണ്ടി ഇവിടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. നമുക്കെല്ലാവരും വേണം, ബന്ധുജനങ്ങൾ വേണം, പുത്രൻ വേണം, പുത്രി വേണം, എല്ലാവരും വേണം. പക്ഷേ അവരൊക്കെ ഈശ്വരൻ്റെ പ്രതിരൂപമായി കാണാൻ സാധിച്ചാൽ നമ്മളുടെ അജ്ഞാനം മാറും, നമ്മളുടെ ദുഃഖം മാറും. അല്ലെങ്കിൽ അവരില്ലാണ്ടായാൽ, അവരെന്നോടൊന്ന് ദേഷ്യപ്പെട്ടാൽ പിന്നെ നമ്മൾക്ക് ദുഃഖം മാത്രമായിരിക്കും പരിണിത ഫലം. അതുകൊണ്ട് അവരെ ഈശ്വരനായി കണ്ടാൽ അവർ എന്നോടൊപ്പം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എന്താ, എൻ്റെ കൂടെ സദാ ഈശ്വരൻ വസിക്കുന്നു എന്ന ബോധം നമ്മൾക്ക് ഉണ്ടാകും. അത് നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കും, ഭഗവത് സായുജ്യത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ഭഗവാനെ, എഴുത്തച്ഛനെ പോലെ നമ്മൾക്കും ഇവിടെ പ്രാർത്ഥിക്കാം. ഈ മോഹമാവുന്ന വലയിൽ എന്നെ പെടുത്താതെ അങ്ങ് തന്നെ സംരക്ഷിക്കണേ. ഈ നാമജപങ്ങളാകുന്ന വേലിക്കെട്ടിനാൽ ഞാൻ
എപ്പോഴും സുരക്ഷിതനായിരിക്കണേ, അതിനായി അങ്ങ് അനുഗ്രഹിക്കണേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. 53-ാമത്തെ ശ്ലോകം. അത് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും എഴുത്തച്ഛൻ്റെ ഈ വാക്കുകൾ ഹൃദയത്തിലെന്നും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കാം. നമുക്ക് ഈ 2 ശ്ലോകങ്ങളും ഒരുമിച്ച് പാരായണം ചെയ്യാം. ഫലമില്ലയാതി മമ വശമാക്കൊലാ ജഗതി, മലപാത്രമായ തടി പല നാളിരുത്തിയുടൻ, അളവില്ലയാതെ വെളിവകമേയുധിപ്പതിനു കളയായിക കാലമിനി നാരായണായ നമഃ. ബന്ധുക്കളർത്ഥഗൃഹപുത്രാദിജാലമതിൽ ബന്ധിച്ചവന്നുലകിൽ നിൻ തത്വമൊക്കെ ഇത്, അന്ധന്നു കാട്ടിയൊരു കണ്ണാടി പോലെ വരൂ എന്നാക്കിടല്ലേ ഹരി നാരായണായ നമഃ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.